ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റായി പോയി കേട്ടാ. 7:45 ആ ഒരു സമയമായിക്ക് അടുക്കളയിലേക്ക് വരുവാന്. വന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, ആദ്യം ചായ ഉണ്ടാക്കണോ ആദ്യം ചോറുണ്ടാക്കണോ. അടുക്കള നല്ല ക്ലീൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഓരോന്നോരോന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ എല്ലാന്നൊന്നും ഈ അടുക്കള ക്ലീനിങ് ഉണ്ടാവില്ല. അത് വേറൊന്ന് ഉള്ളതുപോലെ പറയണല്ലോ. എൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും. എൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ എല്ലാം അടുത്തേക്കും. അങ്ങനെ ഞാൻ വിചാരിച്ച് മഴ പെയ്യുന്നുണ്ടോയെന്നൊന്ന് മുറ്റത്തിറങ്ങി നോക്കട്ടെ. മഴ പറഞ്ഞ് ഇനി ടെൻഷനാണ്ട, ഞാനിതാ വരുന്നുണ്ട്. മഴ പെയ്ത് കുറച്ച് സമയം അത് കണ്ട് ആസ്വദിച്ച് നേരെ അടുക്കളയിലേക്ക് വന്ന് ചായക്കുള്ള വെള്ളം വെച്ച് കേറ്റലിലേക്ക്. അങ്ങനെ ചായ പതക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ചായക്ക് കൂട്ടാനൊന്നും കടിയില്ല, പയം തീർന്നു പോയിക്കുന്നു. പിന്നെ അത് ചായ കാപ്പിയിലേക്ക് ചുരുക്കി. കാപ്പിയാണെങ്കിൽ കാപ്പി. മഴയെ ആസ്വദിച്ച് ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ആ കാപ്പി ആസ്വദിച്ചങ്ങ് കുടിച്ച്. അപ്പോഴത്തേക്കിന് ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ട് അരിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശക്കുള്ള അരിയും കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പതക്കുന്ന വെള്ളം എടുത്തിട്ട് ഞാൻ സോയാബീൻ പൂർത്തിയാക്കുന്നുണ്ട്. സോയാബീൻ ഒരു 2 മണിക്കൂർ പൂർത്തിയിട്ട് നല്ലോണം പീഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഞാൻ മസാലകളെല്ലാം പെരക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ, മുളക്, ഉപ്പ്. ഇനി വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ അതും ഇട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും. അങ്ങനെ ചോറ് അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. ചോറ് വെന്ത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുരു ചുണങ്ങണം. കുരു മുരിങ്ങ കറി വെക്കുന്നത്. കുരു ചുണങ്ങി അതിലേക്ക് പച്ചമുളക്, തക്കാളി, ഇഞ്ചി, മഞ്ഞൾ, മുളക് ഇതെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് തീയിലേക്ക് വെച്ച്. ഇനി നമുക്ക് മുരിങ്ങ പറിക്കാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഇങ്ങനെ മഴ പെയ്യുമ്പം എങ്ങനെ മുരിങ്ങ പറിക്കാനാ? അതവിടെ നിർത്തിവെച്ച്. ഇനി ദോശയും ചുട്ട് ചായ കുടിച്ചിട്ട് ബാക്കി നോക്കാം. പരിപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പരിപ്പ് പോർത്തിക്കൂല. പോർത്താണ്ട് പരിപ്പിട്ട് കൊടുത്താൽ പിന്നെ കുക്കറിൽ നടക്കും, കുടുക്കയിൽ നടക്കൂല. കുടുക്കയിലല്ലേ ആദ്യം തീയിൽ വെച്ചത്. ഇനി എന്തായാലും പള്ളേന്ന് പൈപ്പെന്ന വിളിയാളം വന്നിക്ക്. ഇനി എന്തെങ്കിലും പള്ളയിലാക്കിയിട്ടാണ് ബാക്കി തുടങ്ങും. കാരണം രാവിലെ പഴമോ മുട്ടയോ ഒന്നും തിന്നാത്തല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, തലേന്നത്തെ കറിയുണ്ടേനും. അങ്ങനെ ദോശ ഇട്ട് ഞാൻ ചായ കുടിച്ച് മോനിക്കും ചായയെല്ലാം റെഡിയാക്കി വെച്ച്. പിന്നെ പരിപ്പ് കൈയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്. അത് വേവൊന്നുമില്ല എന്നറിയാം, പക്ഷെ ഒരു ഐഡിയ ഉണ്ട്. തളരൂര ലാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ, അത് തീയിൽ വെച്ച്. അപ്പോഴത്തേക്കിന് മീനും വണ്ടിയും വന്ന്. മീൻ ഇടയിൽ വന്നതാണ്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരുവാൻ ഒരു വകുപ്പുമില്ല, നിങ്ങളിങ്ങ് പുരയിലേക്ക് വാ. അങ്ങനെ വണ്ടിയും കൊണ്ട് പുരയിൽ വന്ന് നല്ല കിണറുള്ള മത്തി വാങ്ങിച്ച്. പിന്നെ ഞാനെന്ത് പണിയെടുത്തെന്നറിയാം. കുക്കറിൻ്റെ അകത്ത് കടുവിട്ട് ചെറിയ ചുവന്ന കായ്മുളകിട്ട് കറിവേപ്പിലയിട്ട് കുക്കറിലങ്ങ് വറവ് വെച്ച് പരിപ്പും കുരു 4 വിസിലങ്ങ് അടിഞ്ഞേരെ നല്ല കറി പോലെയും ആക്കി. പിന്നെ സോയാബീൻ പൊരിച്ച്. അതെങ്ങനെയാണ് പൊരിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഉള്ളി മൂപ്പിച്ചിട്ട് അതിലങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ഇണറും മത്തിയെല്ലാം അതും പൊരിച്ച്. കറി നല്ല കുരുവൊന്നും കാണുന്നില്ല, പരിപ്പും എല്ലാം സെറ്റായി. എനിക്ക് ടിഫിനോടെല്ലാം ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ചോറ് കഴിക്കുന്നൊന്നും പിടിക്കാൻ മറന്നു പോയി. കാരണം തറവാട്ടിൽ കുറേ ആൾക്കാരെല്ലാം വന്നിക്കാൻ ഓരെ കണ്ടേരെ ഞാൻ പിന്നെ വേഗം ചോറങ്ങ് മിണുങ്ങി തറവാട്ടിൽ പോരോല് പറഞ്ഞ് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം. പിന്നെ ഉമ്മ തമ്മേക്കൂലാന്ന് തോന്നിയാരെ പിന്നെ കുറച്ച് കടിയെല്ലാം വാങ്ങിക്കൊണ്ടു നടന്ന് ചായ കുടിച്ച്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.